ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡ് നമ്പർ 49, ഡേ 48. നെവിനെ നൈസായിട്ട് അങ്ങ് തേച്ച് ചീട്ട് കയറി എന്ന് പറഞ്ഞിട്ട് നൈസായിട്ട് ആ ഒരു സബ്ജക്റ്റ് പറഞ്ഞങ്ങ് ഒതുക്കി. നാളെയും ഇതിനെപ്പറ്റി പറയുമോന്ന് എനിക്ക് തോന്നണില്ല. ഇന്നത്തെ 3-4 പ്രൊമോ വന്നപ്പോൾ തന്നെ ഈ കാര്യം മനസ്സിലായി, ഈ ഒരു സബ്ജക്റ്റ് പറയാൻ പോണില്ല. ഈ ഒരു സബ്ജക്റ്റ് അഡ്രസ് ചെയ്ത് ലാലേട്ടൻ പറയുമായിരുന്നെങ്കിൽ ഫസ്റ്റ് പ്രൊമോയിൽ തന്നെ ആ ഒരു കാര്യം വിസിബിൾ ആക്കിയേനെ. ഇത് പ്രൊമോയിലും ഇല്ല, മെയിൻ എപ്പിസോഡിലും ഇല്ല, ആ ഒരു കാര്യം അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല. പേഴ്സണൽ കാര്യങ്ങൾ ഇനി എടുത്തിടാൻ പറ്റില്ല, ഇങ്ങനെയുള്ള പരിപാടികൾ എടുത്തിട്ടുള്ള കളി ഇനി നടക്കില്ല, ചീട്ട് കീറി എന്ന് പറഞ്ഞ് ലാലേട്ടൻ എപ്പിസോഡ് അങ്ങ് വൈൻഡപ്പ് ചെയ്തു. നെവിന് കുറച്ച് മോട്ടിവേഷൻ കൂടെ കൊടുത്തിട്ട് അവിടെ അങ്ങ് ഇരുത്തി. നാളത്തെ എപ്പിസോഡിലും ഇത് കാണാനുള്ള സാധ്യത കുറവാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന ഒനീലിന്റെ മസ്താനയുടെ ഇഷ്യൂ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അതിനെപ്പറ്റി സംസാരിച്ചില്ല. എന്നിട്ട് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് പോകുന്നതിന് മുമ്പ് ഒനീലിന്റെ അടുത്ത് പറഞ്ഞു നമുക്ക് നാളെ ഇത് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല. മാത്രമല്ല, നാളത്തെ പ്രൊമോ കാണിച്ച സമയത്തും അതും ഒരു ഹാപ്പി എപ്പിസോഡ് എന്ന് വെച്ചാൽ കോൺട്രവേഴ്സികളൊന്നും ഇല്ലാതെ നൈസായിട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ അതാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇപ്പൊ വന്നേക്കുന്ന പ്രൊമോ അതാണ്. നാളെ ആകുമ്പോഴത്തേക്ക് 50 എപ്പിസോഡ് കഴിയുകയാണ്. അപ്പൊ 50 എപ്പിസോഡ് കേക്കൊക്കെ മുറിച്ച് ഇവർ ആഘോഷിക്കുന്ന ഒരു പ്രൊമോ ആണ് വന്നേക്കുന്നത്. അപ്പൊ നാളെ ഇതിനെപ്പറ്റി ലാലേട്ടൻ സംസാരിക്കുകയാണെങ്കിൽ തന്നെയും വളരെ ന്യൂട്രൽ ആയിട്ട്, വളരെ സൗമ്യമായിട്ട് ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള സാധ്യതയെ കാണുന്നുള്ളൂ. കാര്യം ഇത് ആരുടെ പക്ഷം പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ഇത് നാറ്റക്കേസ് ആവുന്ന ഒരു കേസാണ്. ന്യൂട്രൽ സ്റ്റാൻഡിൽ ബിഗ് ബോസ് പിടിച്ചാൽ തന്നെയും ഇത് നാറ്റക്കേസാണ്. പക്ഷെ ഷാനവാസിന്റെ പക്ഷം പറഞ്ഞ് പിടിച്ചാലും ബിഗ് ബോസിന് നാറ്റക്കേസാണ്, നെവിന്റെ പക്ഷം പറഞ്ഞ് പിടിച്ചാലും ബിഗ് ബോസിന് നാറ്റക്കേസാണ്, തീട്ടക്കേസാണ്. പിന്നെ തൊട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും നാറും. അതുകൊണ്ട് ഇവിടെ ബിഗ് ബോസ് നൈസായിട്ടൊരു കളി കളിച്ച് ഇത് ഇലയ്ക്കും ഉള്ളിനും കേടില്ലാത്ത രീതിയിൽ അങ്ങ് ഒതുക്കി. ഇവിടെ സത്യം പറഞ്ഞാൽ ലോട്ടറി അടിച്ചേക്കുന്നത് നെവിനാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം നെവിന്റെ അങ്ങനത്തെ ഒരു അപ്രോച്ച് അവിടെ ഉണ്ടായതുകൊണ്ടാണ് ഷാനവാസ് ഈ ഒരു ആരോപണം ഉന്നയിച്ചത് അല്ലേ. അപ്പൊ വീഡിയോ അടക്കം എടുത്തിട്ടിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനിങ്ങനെ ഇവരെടുത്ത് അപ്രോച്ച് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതെന്റെ ലവ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി വെക്കാൻ പറയാനേ പറ്റത്തുള്ളൂ. ഇന്നലെ കണ്ട ഒരാളെടുത്ത് നീ ഇങ്ങനെയാണോ നിന്റെ പെരുമാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യമാണ്. അല്ലെങ്കിൽ അതിനെ വേറെ രീതിയിൽ സംസാരിക്കേണ്ടി വരും. സത്യത്തിൽ അത് എടുത്തിടാഞ്ഞത് കാര്യമായി, നെവിൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഈ ഒരു സാധനത്തെ പറ്റി നാളെ സംസാരിക്കുമെന്നും എനിക്കറിയില്ല. ചീട്ട് കീറി എന്നുള്ള ഒറ്റ ഡയലോഗ് കൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് തന്നെ അങ്ങ് മാറ്റി. സാധാരണ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് ഈ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പ്രധാന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിക്കുമല്ലോ. അപ്പൊ ആ പ്രധാന സംഭവങ്ങളിലും ഈ ഒരു സാധനം കാണിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇന്ന് ഹോട്ട്സ്റ്റാർ ആ ഒരു എപ്പിസോഡിന് കൊടുത്ത ടൈറ്റിൽ തന്നെ എ സൂത്തിങ് ഡേ വിത്ത് ലാലേട്ടൻ എന്നുള്ള രീതിയിലാണ് ടൈറ്റിൽ തന്നെ കൊടുത്തേക്കുന്നത്. ഇന്നത്തെ ടാസ്കും ആ ഒരു എപ്പിസോഡ് തന്നെ ഡിസൈൻ ചെയ്തേക്കുന്നത് മൊത്തം ഒരു ഫൺ മൂഡ് പിടിക്കുന്ന ഉള്ള ഒരു തരത്തിലാണ്. അപ്പൊ നമുക്ക് എപ്പിസോഡിലോട്ട് വരാം. ലാലേട്ടൻ വന്നിട്ട് പറയുകയാണ്, നമ്മുടെ ഷോയുടെ പകുതിയോളം എത്തി, ഇപ്പോഴും ആളുകൾ ഒരേ തരത്തിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഞാനിവിടെ വരുന്നു വഴക്ക് പറയുന്നു പോകുന്നു, ഞാനിവിടെ വരുന്നു വഴക്ക് പറയുന്നു പോകുന്നു, അതുകൊണ്ട് നമുക്ക് ഇതൊന്നും മാറ്റിപ്പിടിക്കാം. ആ ഒരൊറ്റ ഡയലോഗിൽ തന്നെ കാര്യം പിടികിട്ടി. ഇത് ഇവിടെ ചർച്ചയാവാൻ പോകുന്നില്ല. ആരുടെയാണ്? നെവിന്റെ ഷാനവാസിന്റെ ഇഷ്യൂ ചർച്ചയാവാൻ പോകുന്നില്ല. മിക്കവാറും ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്ക് ഈ മാതിരി തീട്ടക്കേസൊന്നും പറയാൻ പറ്റില്ല, ഇന്നത്തെ എന്തോ പറയാനാണ് വന്നിരുന്നിട്ട്, പുള്ളി നാറുന്നല്ലാതെ എന്ത് പറയാനാണ്. അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് പിടിച്ച് പോയത്. നാളെ ഇനി പറയുമെന്ന് ആർക്കറിയാം. അത് കഴിഞ്ഞ് ഷാനവാസിനെയും റെനയെയും ജയിലിലടക്കിയാണ്. ഇവർക്കൊരു ടാസ്കും കൊടുക്കുന്നുണ്ട്. 100 പ്രേമലേഖനങ്ങൾ ലാലേട്ടൻ എഴുതുക എന്നുള്ളതാണ് ടാസ്ക്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 2 പ്രേമലേഖനങ്ങൾ ഇവർ രണ്ടുപേരും എഴുതുന്ന ഓരോരോ പ്രേമലേഖനങ്ങൾ എപ്പിസോഡിൽ വായിക്കുമെന്നും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവർക്കുള്ള ഫുഡ് വരികയാണ്. ബിരിയാണിയാണ് ഫുഡായിട്ട് കൊണ്ട് കൊടുത്തത്. എന്തുമില്ല, ഭക്ഷണം കാണാതെ നടക്കുന്ന ആളുകൾ നല്ല കുറച്ച് ഭക്ഷണം കണ്ടപ്പോൾ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു തിളക്കമാണ് എല്ലാവരുടെയും മുഖത്ത്. അതിനകത്ത് തന്നെ മനസ്സിലാവും ഇവര് എത്രമാത്രം കൂതറ ഫുഡ് കഴിച്ചാൽ കിടക്കുന്നതെന്ന്. ഓരോ വീക്കെൻഡ് വരുമ്പോൾ 4 തെറിവിളി കേട്ടാൽ എന്താ, കുറച്ച് നല്ല ഫുഡ് കിട്ടുമല്ലോ, ആ ഒരു ആശ്വാസത്തിലാണെന്ന് തോന്നിയിരിക്കുന്ന എല്ലാവരും. അങ്ങനെ ജയിലിൽ കിടക്കുന്നവർക്കും ബിരിയാണി കൊണ്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല കാര്യം, അവരെ അവോയ്ഡ് ചെയ്തില്ലല്ലോ. അതിനുശേഷം ജയിലിലുള്ള ആൾക്കാരെ മോചിപ്പിക്കുന്നു, അവരുടെ ജയിൽവാസം കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് ആദില, നൂറ, അനുമോള് ഇവര് 3 പേരുടെ കിടന്ന് സംസാരിക്കുന്ന ഒരു കോൺവെർസേഷനാണ് കാണിക്കുന്നത്. അനുമോൾ ഇവിടെ പറയുന്നത് ഭയങ്കര കിടില ഒരു കാര്യമാണ്, കിടില ഒരു പോയിന്റ് ആണ് പറയുന്നത്. കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ ലക്ഷ്മിയെ ലാലേട്ടൻ പൊരിച്ച സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഹൗസ് മേറ്റ്സ് ഉണ്ടായിരുന്നിട്ട് ഇങ്ങനൊരു ആരോപണം ഇവള് പറഞ്ഞപ്പോ നിങ്ങൾ നോക്കി നിന്നു, ആർക്കെങ്കിലും ഇതൊന്ന് പ്രതികരിച്ചൂടായിരുന്നോ എന്ന് ചോദിച്ച സമയത്ത് അക്ബറും വേറെ കുറെ ടീംസൊക്കെ, മെയിനായിട്ട് അക്ബർ ചാടി എണീറ്റ് 1 ഡയലോഗ് അടിയായിരുന്നു അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. മാരക ഷോ. അക്ബർ പറഞ്ഞ ഡയലോഗ് ഇപ്പോഴും ഓർമ്മയുണ്ട്. ലക്ഷ്മിയുടെ കുട്ടിയെ ലക്ഷ്മി വളർത്താതിരുന്നാൽ ആ കുഞ്ഞ് നല്ല രീതിയിൽ വളരും എന്നുള്ള രീതിയിലുള്ള ഡയലോഗ് വരെ അക്ബർ അടിച്ചു. ഇവിടെ ഇടുന്ന് ഇറക്കി വിടൂ എന്നൊക്കെ അടിച്ചു. അന്നത്തെ വീഡിയോയിൽ ഞാൻ തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇവൾ ഈ ആഴ്ച പുറത്തു പോകരുത്, ആ ഒരാഴ്ചയിൽ ഹൗസ് മേറ്റ്സ് ഇവളെ വലിച്ചു കീറുന്നത് കാണണം
എന്നിട്ട് വേണം പുറത്തു പോകാൻ. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു മൈൻഡ് സെറ്റ് ആണ് പറഞ്ഞത്. അത്രയും വലിയൊരു ഒഫൻസീവ് ആയിട്ടുള്ള ഒരു ഡയലോഗ് അടിച്ചിട്ട് ഹൗസ് മേറ്റ്സ് ആ രീതിയിൽ അവളുടെ അടുത്ത് പെരുമാറണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു, സത്യമായിട്ടും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അന്ന് ലാലേട്ടന്റെ മുമ്പിൽ പലരും അന്ന് ഷോ ഓഫ് കാണിച്ചു. അതിനുശേഷം ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞ് ലാലേട്ടൻ പോയതിനു ശേഷം തൊട്ട് ലക്ഷ്മിയെ എടുത്ത് ആരും ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം പോലും നടന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് പലരും, ഇൻക്ലൂഡിങ് അന്ന് വൺ ഡയലോഗ് അടിച്ച സിനിമാ സ്റ്റൈൽ ഡയലോഗ് അടിച്ച അക്ബർ വരെ നിന്ന് സംസാരിച്ചത്. എനിക്ക് തോന്നുന്നു അതിനുശേഷം അക്ബർ കൂടുതൽ കമ്പനി ആയിട്ടുണ്ടെങ്കിലുള്ളൂ ലക്ഷ്മി എടുത്ത്. അത് പോരാഞ്ഞിട്ട് നെവിൻ എന്ന് പറയുന്നവൻ LGBT കമ്മ്യൂണിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനാണ്. അവൻ ആ ഒരു കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തല്ല വരുന്നതെങ്കിൽ പോലും അവൻ ആ ഒരു കമ്മ്യൂണിറ്റി പെട്ട ഒരു വ്യക്തി തന്നെയാണ്. അവന്റെ ഇപ്പൊ ആ ഹൗസിലെ ഏറ്റവും വലിയ കമ്പനി ഇവളാണ്. മനസ്സിലായോ? ഇവരൊക്കെ വെറും ഫേക്ക് ഫേസ് വെച്ചാണ് നടക്കുന്നത്. ഇത്രയും വലിയൊരു ആരോപണം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഒരു കൊള്ളരുതായ്മ പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഒരാൾ പോലും പിന്നെ സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഹോട്ടൽ ടാസ്ക് കഴിഞ്ഞ് ഗസ്റ്റ് വീട്ടിലോട്ട് വന്നപ്പോഴും റിയാസ് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു, ശോഭ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു, ഷിയാസ് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇവരെല്ലാരും ലക്ഷ്മി എടുത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോഴും ഈ കഴുതകളായിട്ടുള്ള ബാക്കി കണ്ടസ്റ്റൻസ് ജസ്റ്റ് നോക്കി നിൽക്കുകയാണ്. അവർക്ക് ഒപ്പീനിയൻ എന്ന് പറയാൻ സാധനമില്ല. ഇവരെല്ലാരും വന്നിട്ട് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവാം, ഇവർക്ക് മനസ്സിലായിക്കൂടെ ഇത് പുറത്ത് അത്രയും കത്തി അത്രയും ചർച്ചാ വിഷയമായ സംഭവമാണെന്ന്. എന്നിട്ടും ഇവരാരും ഇതിനെപ്പറ്റി സംസാരിക്കുന്നില്ല എന്നുള്ളതാണ് കോമഡി. എല്ലാം അട്ടർ ഫേക്ക് ആയിട്ട് നിൽക്കുന്ന കുറെ എണ്ണമാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് കഴിഞ്ഞിട്ടാണ്. ആദ്യം തന്നെ ഒരു ടാസ്ക് കൊടുക്കുകയാണ്, അക്ബറിനും അനീഷിനും ഒരു ടാസ്ക് കൊടുക്കുകയാണ്. ഇവർക്ക് നഷ്ടപ്പെട്ട 2 പവേഴ്സ് ഉണ്ടല്ലോ, അത് വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ആ ഒരു ടാസ്ക് കൊടുക്കുന്നത്. ഓർമ്മശക്തി ഉള്ളവർ ആ ഒരു ടാസ്കിൽ വിജയിക്കും. കുറച്ച് സൗണ്ടുകൾ കേൾപ്പിക്കും, എന്നിട്ട് അത് ഓർഡറിൽ ബസർ അടിക്കുന്നതിന് മുമ്പ് ആ ഒരു വൈറ്റ് ബോർഡിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. ഈ ഒരു പ്രൊമോ വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, അനീഷ് ഈ ഗെയിമിൽ തോക്കും, അക്ബറാണ് ജയിക്കുന്നത്. അന്നേരം അതിൻ്റെ അടിയിൽ വന്നൊരു കമന്റ് ഉണ്ട്, ആ കമന്റ് ഒന്ന് വായിക്കാം. നിന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്, ബട്ട് അനീഷിനെ ഓർമ്മശക്തി ഇല്ല എന്ന് പറഞ്ഞത്, എടാ നിന്നേക്കാൾ ബുദ്ധിയുള്ള മനുഷ്യനാണ് അയാള്, പോയി അന്വേഷിക്കാൻ നോക്ക് നീ. എടാ മോനെ, അനീഷിനേക്കാൾ ജയിക്കാൻ സാധ്യത ഉള്ളത് അക്ബർ ആണെന്ന് ഞാൻ പറയാനുള്ള കാരണം കഴിഞ്ഞ ആഴ്ചയിൽ അനീഷിന് കൊടുത്ത ആ ഒരു ടാസ്കിന്റെ ബേസിസിലാണ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അനീഷ് പഠിച്ച കാര്യങ്ങൾ ഓർത്തിരിക്കുമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്ക് അനീഷിന് അത് ഓർത്തിരിക്കാനുള്ള ശക്തി ഇല്ല. അത് കൃത്യമായിട്ട് ഇന്നത്തെ ആ ഒരു ടാസ്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അത്രയും സാധനങ്ങൾ കൊടുത്തിട്ട് വെറും 2 എണ്ണം മാത്രമാണ് അനീഷ് ശരിയാക്കിയത്. അക്ബർ 4 എണ്ണം ശരിയാക്കി. ഇപ്പൊ ആണെങ്കിൽ ഇതിനെ ന്യായീകരിച്ച് കുറേമാര് വരും. ഇത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ ഒരു ക്യൂസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു, അതിനകത്ത് അനീഷാണ് വിജയിക്കുന്നത്. അപ്പോൾ അനീഷിന് ഓർമ്മശക്തി ഉണ്ടായിട്ടാണല്ലോ അതിനകത്ത് അനീഷ് വിജയിച്ചത് എന്ന് ചിലപ്പോൾ കുറേമാര് ഇതായിട്ട് വരും. അനീഷ് ഇന്ന് പറഞ്ഞ കുറെ ചോദ്യങ്ങൾ, കേരളത്തിലെ ഏറ്റവും വലിയ നദി പെരിയാറ്, കേരളത്തിലെ എത്ര നദികളുണ്ട്, 44. ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളുടെ ആൻസറാണ്. ഒരു PSC കോച്ചിങ്ങിന് പോകുന്ന കുട്ടികൾ പഠിക്കുന്ന ഏറ്റവും തുടക്കം പഠിക്കുന്ന ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ആ ലാലേട്ടൻ ചോദിച്ച ചോദ്യങ്ങൾ. PSC പരീക്ഷ എഴുതാൻ പോകുന്ന ഏത് പിള്ളേരെടുത്ത് ചോദിച്ചാലും, PSC പരീക്ഷ ഒന്നുമല്ല, നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണത്. പറയുന്ന കാര്യങ്ങളാണ്, അതിന് വലിയ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ അനീഷിന് ബുദ്ധി ഇല്ല എന്ന് ഞാനൊന്നും വാദിക്കുന്നൊന്നുമില്ല. അത് അനീഷ് നല്ല ബുദ്ധിയുള്ള വ്യക്തി തന്നെയാണ്. പക്ഷെ പെട്ടെന്നൊരു കാര്യം കണ്ടിട്ട് അതിനെ റിയാക്ട് ചെയ്യുന്നത് അനീഷിന് കുറച്ച് ബാക്കിലോട്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഈ കമന്റ് ഇട്ടവൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു കമന്റ് കൂടെ അതിന്റെ അടി വന്ന് ഇടണം കേട്ടോടാ മനെ. അപ്പൊ എന്താണെങ്കിലും ആ ഒരു ടാസ്കിൽ അക്ബർ വിജയിക്കും. അക്ബറിന്റെ ക്യാപ്റ്റൻസി പവർ തിരിച്ചു കിട്ടും. അത് കഴിഞ്ഞിട്ട് ഈ ടാസ്ക് കഴിഞ്ഞിട്ട് ക്യൂസ് പ്രോഗ്രാം ആണ് ഗൈസ്. ക്യൂസ് പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് ലാലേട്ടൻ പറഞ്ഞിട്ട് പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അകത്തുള്ള ആളുകൾ ഭയങ്കര പ്രഷറിലാണ്, നമുക്ക് അവരെ ഒന്ന് കൂളാക്കാം എന്ന് പറഞ്ഞിട്ട് വളരെ കൂളായിട്ട് ചില്ലായിട്ടാണ് ലാലേട്ടൻ അതിന്റെ അകത്തോട്ട് ചെല്ലുന്നത്. ആദ്യത്തെ ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ സിനിമ ഏതാണെന്നാണ്. അപ്പോൾ അനിമോള് സുഭിക്ഷമായിട്ട് കൈവക്കിയിട്ട് പറയും ബാലൻ. പിന്നെ ഷാനവാസിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഷാനവാസൻ പറയും ബാലൻ. എന്നിട്ട് വേറെ അടുത്ത് ചോദിക്കാൻ നേരത്ത് അനിമോള് ഇടയ്ക്ക് അടിക്കേറി പറയും വിഗതകുമാരൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി വിഗതകുമാരനാണ് റൈറ്റ് ആൻസർ. കൂളാക്കാൻ വന്ന ലാലേട്ടന്റെ കൂളങ്ങ് വിടും. ലാലേട്ടൻ അവിടെ പൊട്ടിത്തെറിക്കും. ഇവരെ കൂളാക്കാൻ വേണ്ടി വന്ന ലാലേട്ടനും കൂടെ പ്രാന്ത് പിടിച്ചു പോയെന്നേ. ഇതാണ് അവിടുത്തെ അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ ക്യൂസ് പ്രോഗ്രാം പോലത്തെ സാധനം കൊണ്ടുവരുന്ന ഇവരെ കൂളാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചോദിക്കാൻ വേണ്ടി ലാലേട്ടന്റെ സെന്റർ ഇല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പോയി. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് ചോദിക്കും. നല്ല രസമായിട്ട് കുറെ കൗണ്ടർ ലാലേട്ടൻ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആര്യന്റെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. ഈ ഒരു ക്യൂസ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. ഇതിനകത്ത് ഒന്നിനും വലിയ അറിവോ വിവരമോ
വിവരോ ബോധമോ ഒന്നുമില്ല. അനീഷ് കുറച്ച് PSC പരീക്ഷ എഴുതിയതിന്റെ പേരിൽ അനീഷിന് കുറച്ച് ക്വസ്റ്റ്യൻസ്, ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അറിയാമായിരുന്നു, PSCക്ക് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അറിയായിരുന്നു. അതുകൊണ്ട് അനീഷാണ് ആ ഒരു റൗണ്ടിൽ വിജയിക്കുന്നത്. ഈ ഡോക്ടറായിട്ടുള്ള ബിന്നി എടുത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പോലും ബിന്നിക്ക് അറിയില്ലെന്നേ. എന്തൊരു കഷ്ടമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ശാസ്താംകോട്ട തടാകം എന്ന് അബി പറയുന്നുണ്ട്. അബി കൊല്ലക്കാരനാണ്, അതുകൊണ്ടാണ് അബിക്ക് അത് പറയാൻ പറ്റുന്നത്. അപ്പൊ ലാലേട്ടൻ പിന്നെ ചോദിക്കുന്നുണ്ട് അവിടെ ഏറ്റവും കൂടുതൽ വേറെ സാധനം ഉണ്ടല്ലോ. അപ്പോ കശുവണ്ടിയുടെ കാര്യം പറയുന്നുണ്ട്. ആക്ച്വലി ശാസ്താംകോട്ട തടാകത്തിനടുത്താണ് ഈ ശാസ്താംകോട്ട ടെമ്പിൾ. അവിടെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സാധനമാണ് കുരങ്ങന്മാർ. ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഞാൻ കുറെ കാലമായി ആ അമ്പലത്തിലോട്ടൊക്കെ പോയിട്ട്. ആ തടാകത്തിന്റെ അടുത്തൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അമ്പലത്തിലോട്ടൊന്നും അധികം പോയിട്ടൊന്നുമില്ല. ഇപ്പൊ കുരങ്ങന്മാരുണ്ടെന്ന് അറിയത്തില്ല, ആരെങ്കിലും അറിയാമെങ്കിലും ഒന്ന് കമന്റ് കേട്ടോ. കുറെ കാലം മുമ്പ് പോയ സമയത്ത് അവിടെ ഒരുപാട് കുരങ്ങന്മാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലാലേട്ടൻ ആ ഒരു കുരങ്ങന്മാരുടെ കാര്യം ഇവിടെ പറഞ്ഞത്. അബിക്ക് അതിനെപ്പറ്റി വലിയ ധാരണയില്ല, അതുകൊണ്ടാണ് കുരങ്ങന്മാരില്ല എന്ന് അബിയോടെ പറയുന്നത്. ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ശാസ്താംകോട്ടക്കാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇപ്പോൾ അവിടെ കുരങ്ങന്മാരുണ്ടോ ഇല്ലയോ എന്ന്. എന്താണെങ്കിലും ഈ ഒരു ഗെയിമിൽ അനീഷാണ് വിജയിക്കുന്നത്. അനീഷാണ് കൂടുതൽ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയുന്നത്. അതുകൊണ്ട് അനീഷിന്റെ ആ ഒരു നോമിനേഷൻ പവർ ലാലേട്ടൻ തിരിച്ചു കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഹോട്ടൽ ടാസ്കിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന ഇങ്ങേരി ഭയങ്കര ഡബിൾ സ്റ്റാൻഡേർഡ് കളിക്കുന്ന ഒരു കളിക്കാരനാണ്. പറയാൻ കാര്യം, ഒരു സ്ഥലത്ത് അടി ഉണ്ടായില്ലെങ്കിൽ അടി ഉണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിച്ചു കൊടുക്കും ബിഗ് ബോസ്. എന്നിട്ട് അവരെ കൊണ്ട് അടി ഉണ്ടാക്കിക്കും, അടി ഇടിയിപ്പിച്ച് അവിടെ മുട്ടൻ അടിയായി കഴിഞ്ഞിട്ട് ശനിയാഴ്ച ലാലേട്ടൻ വരുമ്പോൾ നീയൊക്കെ എന്തുകൊണ്ട് അടി എന്ന് പറഞ്ഞിട്ട് ലാലേട്ടന്റെ കയ്യിൽ നിന്നുള്ള വഴക്കൂടെ ഇവർക്ക് മേടിച്ചു കൊടുക്കും. ഇതാണ് ബിഗ് ബോസിന്റെ ഗെയിം. ഇന്ന് ഇത് പറഞ്ഞിട്ടായിരുന്നു ലാലേട്ടന്റെ ഷാനവാസിന് ചെറിയ രീതിയിൽ ഒരു വഴക്ക് കിട്ടിയത്. ഇപ്പോ റിയാസ് വന്നപ്പം ആ ബെഡ്ഷീറ്റ് അങ്ങ് മടക്കി കൊടുത്താൽ പോരായിരുന്നോ, പ്രശ്നമില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ ഷാനവാസിന് വഴക്ക് പറയുന്നത്. നിങ്ങളൊരു കാലകാലയ്ക്ക് ഗസ്റ്റ് അകത്തോട്ട് വരികയാണ്, എല്ലായിടത്തും കളിച്ച് ഇരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അവര് ഫുഡും കഴിച്ച് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം എണീറ്റ് പോവുകയാണെങ്കിൽ അവിടെ എന്ത് കോണ്ടന്റ് ആണുള്ളത്? കൃത്യമായിട്ട് ഇവർക്ക് കൊടുത്തേക്കുന്ന ഓരോ റോളിനകത്ത് ഇവരുടെ ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. ഈ രീതിയിലാണ് അവർ പെരുമാറേണ്ടത് എന്ന് വരെ. അത് അവിടെ ഒരു അടിയും ബഹളം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല എത്രയോ പേരുണ്ട്. എന്തുകൊണ്ട് റിയാസിനെ തന്നെ ഇവിടെ അകത്തോട്ട് എടുത്തിട്ടു? റിയാസിനെ കൊണ്ടുവന്നത് തന്നെ ഇവർക്കെതിരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഷാനവാസിന്റെയും ലക്ഷ്മിയുടെയും ഒക്കെ എതിരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? ചൊറിയാസ് വന്നാൽ ചൊറിയുമെന്നും അവിടെ അടിപൊട്ടുമെന്നും അടിപൊട്ടിയാൽ അതൊരു കോണ്ടന്റ് ആകുമെന്നും നല്ല രീതിയിൽ അറിയാം. അതാ പറഞ്ഞ ഇവരെ കൊണ്ട് അടി ഉണ്ടാക്കുന്നതും ബിഗ് ബോസ്, അടി ഉണ്ടായി കഴിഞ്ഞാൽ വഴക്ക് ലാലേട്ടന്റെ കയ്യിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നതും ബിഗ് ബോസ്. ബിഗ് ബോസ് ഒരു ചെറ്റയാണല്ലേ. അതിനുശേഷമാണ് എല്ലാ വട്ടവും ലാലേട്ടൻ വരുമ്പോൾ അരങ്ങേറാറുള്ള ഒരു കലാരൂപമാണ് ജിസൈലിന്റെ കൂത്തനസ് വാരിയേറിയൽ കലാരൂപം. അത് ഈ ആഴ്ചയിലും ഉണ്ടായിരുന്നു. ഞാനൊന്ന് വെക്കാം. ഈ തള്ളക്ക് നാണമില്ല. 31-32 വയസ്സാൻ കണ്ടുണ്ട്. ഇപ്പോഴും ലാലേട്ടനെ കാണുമ്പോ ക്യൂട്ട്നെസ് അങ്ങ് എറിയുവാണ്. പിള്ളേരെക്കാളും കഷ്ടം. എല്ലാ ആഴ്ചയിലും ഫസ്റ്റ് വീക്ക് തൊട്ട് കാണാൻ തുടങ്ങിയതാണ് ജിസയില് ലാലേട്ടനെ കാണുമ്പോഴുള്ള ഈ ഒരു ക്യൂട്ട്നെസ് വാരിയേറിയ. വെറുപ്പീര്. ഈ ഒരു ഇഷ്യൂ ഉണ്ടായതിന്റെ പേരിൽ നെവിൻ വലിയൊരു താല്പര്യമില്ലാതാണ് ഈ ഒരു എപ്പിസോഡിൽ ഇരിക്കുന്നത്. ഇപ്പൊ നെവിൻ നോക്കുവാണെങ്കിൽ താപ്പോട്ട് നോക്കി ഒരു ലാലേട്ടനെ മൈൻഡ് ചെയ്യാത്ത രീതിയിലൊക്കെ ഇരിക്കുകയാണ്. കാര്യം ഇത്രയും നേരമായിട്ട് ലാലേട്ടൻ കളിച്ചിരിച്ച് സംസാരിക്കുകയാണ്, മറ്റൊരു ഇഷ്യൂ എടുത്ത് അഡ്രസ്സ് ചെയ്യുന്നില്ല. സാധാരണഗതിയിൽ ഇങ്ങനെ തലകുനിച്ചിരിക്കുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കുന്നതാണ്, എന്താ മോനെ തലകുനിച്ചിരിക്കുന്നത്? ലാലേട്ടനാണെങ്കിൽ അതും ചോദിച്ചതുമില്ല. ഒരു വട്ടം അങ്ങാണ്ട് ചോദിച്ചു, മോനെ നീ എന്താ ഉറങ്ങുവാണെന്ന് ചോദിച്ചിട്ട്, അല്ല ലാലേട്ടാ എന്തോ ഒന്ന് പറയാൻ വന്നപ്പോഴത്തേക്ക് എന്നെങ്കിൽ അവിടെ പോയിട്ട് മറ്റേ സാധനം എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവനെങ്കിൽ പറഞ്ഞു വിടും. സാധാരണ എല്ലാവരും ലാലേട്ടൻ വരുമ്പം ലാലേട്ടന്റെ കൺവെട്ടത്ത് നിന്ന് ഓടി രക്ഷപ്പെടാനാണ് നോക്കുന്നത്. ഈ വട്ടം നെവിന്റെ കൺവെട്ടത്ത് നിന്ന് ലാലേട്ടനോട് രക്ഷപ്പെടാൻ പോയതുപോലാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാര്യം നെവിൻ പല കാര്യങ്ങളും അങ്ങോട്ട് പറയാൻ തുടങ്ങുമ്പോൾ തന്നെ ലാലേട്ടൻ അതിനെ വേറൊരു രീതിയിൽ റൂട്ട് തിരിച്ചാൽ കൊണ്ടുപോയത്. പിന്നീട് അനീഷിന്റെയും ഷാനവാസിന്റെയും ഐ ലവ് യു മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു സാധനം ഒന്നും കൂടെ ലാലേട്ടൻ പറയിപ്പിക്കുന്നു. പിന്നീട് ലാലേട്ടന് കൊടുത്ത പ്രേമലേഖനം റെനെ കൊണ്ട് വായിപ്പിക്കുന്നു, ഷാനവാസിനെ കൊണ്ട് വായിപ്പിക്കുന്നു. വെജിറ്റേറിയൻ ഫുഡിന്റെ ആ ഒരു ഇഷ്യൂ എടുത്ത് സംസാരിക്കുന്നു. ഇപ്പോൾ ജിഷിൻ പറയുന്നുണ്ട്, ജിഷിന്റെ ഫാമിലി പണ്ട് മുതലേ വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരു ഫാമിലിയാണ്. ആരും വെജിറ്റേറിയൻ കഴിക്കില്ല, മുട്ട പോലും ഇതുവരെ ജിഷിൻ കഴിച്ചിട്ടില്ല. അപ്പോൾ അത്രയും ഒരു എക്സ്ട്രീം വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും വലിയ പാടാണ്, സീരിയസ്ലി വലിയ പാടാണ്. അത് നോൺ വെജ് കഴിക്കുന്ന ഒരുത്തിന് അത് ആ ഒരു ഫീലിങ്സ് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് എത്ര മാത്രം അത് റിലേറ്റ് ചെയ്യാൻ പറ്റും, അത് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു സംഭവം മനസ്സിലാവത്തില്ല. പക്ഷെ വെജിറ്റേറിയൻ കഴിക്കുന്ന ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ ആ ഒരു സാധനം മനസ്സിലാവും, നമുക്ക് കഴിക്കാൻ തോന്നൂല. ഇപ്പൊ മീൻ കറി വെക്കുന്ന പാത്രത്തിനകത്ത് വെജിറ്റബിൾ കറി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നൂല. ഇപ്പൊ മീൻ മറിച്ചിടുന്ന ചട്ടകം വെച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ തോന്നൂല. അത് നോൺ വെജിറ്റേറിയൻസിന്റെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്.
കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇന്നലെ ഈ ഒരു കാര്യം പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്തതാണ്. എന്നിട്ട് ഇന്നും പുതിയ ക്യാപ്റ്റനായിട്ടുള്ള ഒനീൽ എണീറ്റ് എന്നിട്ട് അതിനെപ്പറ്റി വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഇവർക്ക് വേണ്ടി ഞങ്ങൾ ആദ്യം കുക്ക് ചെയ്ത് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് നോൺ വെജിൽ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. പക്ഷെ ജിഷിന്റെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കുള്ള വെജ് ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇതിനുശേഷമാണ് ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും വലിയ ഒരു മുഹൂർത്തം നടക്കുന്നത്. നമ്മുടെ പ്ലാച്ചിയെ തിരിച്ചു വന്നിരിക്കുന്നു ഗൈസ്. പ്ലാച്ചിയെ തിരിച്ചു കൊടുത്തിരിക്കുന്നു. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഈ സാധനത്തിനെ ബിഗ് ബോസ് തിരിച്ചു കൊടുക്കും എന്ന്. കാര്യം ആ ഹൗസിലെ പലരെക്കാളും സ്ക്രീൻ സ്പേസ് കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ നല്ലൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു പ്ലാച്ചിയെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് അകത്തോട്ട് വിടണമെന്ന് പല രീതിയിലും ആൾക്കാർ കമന്റ് സെക്ഷനിൽ പറയുന്നത് കേട്ടു. ആ ഒരു കാര്യം എന്താണെങ്കിലും ബിഗ് ബോസ് കേട്ടിരിക്കുന്നതാണ്. പ്ലാച്ചി തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷെ പ്ലാച്ചി ഔട്ടായപ്പോൾ വിഷമിച്ച് കുറെ ആൾക്കാരുണ്ട് കേട്ടോ. പ്ലാച്ചിക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട്, പ്ലാച്ചി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കുറെ ഉണ്ട്. അത് പ്ലാച്ചി പുറത്തു പോയപ്പോഴാണ് മനസ്സിലായത്. അപ്പോ അപരാധം വീണ്ടും തുടരും എന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. അനുമോള് കിട്ടിയപ്പോൾ തന്നെ പ്ലാച്ചി എടുത്ത് കുറെ ഉമ്മയൊക്കെ കൊടുത്ത് പ്ലാച്ചി 2.0 എഴുതിയ ഒരു സാധനം കിട്ടിട്ടാണ് ബിഗ് ബോസ് തിരിച്ചു കൊടുത്തത്. എന്തായാലും കൊള്ളായിരുന്നു. ഇങ്ങനെ പ്ലാച്ചിയെ അനുമോൾക്ക് തിരിച്ചു കിട്ടിയിരിക്കുകയാണ്. ഇനി ഇത് വെച്ചുള്ള അപരാധം നമ്മൾ ഇനി കാണേണ്ടിയിരിക്കുന്നു ഗൈസ്. അതിനുശേഷം നോമിനേഷനുള്ള ആൾക്കാരെ എണീപ്പിച്ച് നിർത്തും. ബിന്നി സേഫ് ആണെന്ന് പറയും. അതിനുശേഷം നെവിന്റെ അടുത്തോട്ട് വരും. നെവിന്റെ അടുത്തോട്ട് പറയുന്ന സമയത്ത് തന്നെ ലാലേട്ടന് മനസ്സിലായി നെവിൻ ഒരു സാഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ എല്ലാ വട്ടവും ഒരു ഫൺ മൂഡിലിരിക്കുന്ന നെവിൻ ഈ വട്ടം കുറച്ച് ഗൗരവത്തോടെ ആണ് ഇരിക്കുന്നത്. ഒരു രീതിയിൽ ഒരു താല്പര്യമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ലാലേട്ടൻ കുറച്ച് ഉപദേശങ്ങൾ കൊടുത്തിട്ട് നൈസായിട്ട് അവിടെ ഇരുത്തും. ലാലേട്ടൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് അത് വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഈ പരസ്പര ആരോപണം വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്ന കാർഡ് ഞാൻ അങ്ങ് വലിച്ചു കീറുകയാണ്. മാത്രമല്ല നെവിനെ ആളുകൾക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് യു ആർ സേഫ് എന്ന് പറഞ്ഞിട്ടാണ് നെവിനെ അവിടെ ഇരുത്തുന്നത്. ഈ ഒരു 2 ഡയലോഗിൽ നെവിന്റെ ആ ഒരു സബ്ജക്ട് തീർന്നു എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. സോ നാളെ മിക്കവാറും ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. ഇതും പറഞ്ഞിട്ട് ലാലേട്ടൻ ഓക്കെ ബൈ മക്കളെ നാളെ വരാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതിനുശേഷം ഹൗസിൽ നടക്കുന്ന ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ബിന്നി നെവിന്റെ അടുത്ത് പോയി സംസാരിക്കുന്നുണ്ട്. ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ നെവിന് വ്യക്തമാക്കി കൊടുക്കുകയാണ്. ഇനി പേഴ്സണൽ കാര്യങ്ങൾ ഇവിടെ എടുത്ത് ചർച്ച ചെയ്യാൻ അലൗഡ് അല്ല, മാത്രമല്ല ഇവിടെ ആരെയും റെപ്രസെന്റ് ചെയ്തല്ല വന്നേക്കുന്നത് എന്ന് കൂടി ലാലേട്ടൻ പറഞ്ഞു എന്ന് ബിന്നി എടുത്തു പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവിൻ പറയുന്നുണ്ടല്ലോ കുറച്ച് ആൾക്കാരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നത് എന്ന്. അതൊന്നും ഇവിടെ നടക്കത്തില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. നെവിന് ഈ ഒരു സബ്ജക്റ്റിനെ പറ്റി ലാലേട്ടൻ സംസാരിക്കാതിരുന്നതിന്റെ ഒരു നീരസമുണ്ട്, ആ മുഖത്തത് കാണാനുമുണ്ട്. പൊന്നു മോനെ നീ രക്ഷപ്പെട്ടെന്ന് കൂട്ടിയാൽ മതി. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. ഈ ഒരു ആരോപണം ഷാനവാസ് നെവിന്റെ മുകളിലോട്ട് എടുത്തിടുന്ന ആ ദിവസം നെവിൻ കൺഫെഷൻ റൂമിൽ പോയിരുന്ന് കരയുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അത് എപ്പിസോഡിൽ ഇട്ടിട്ടില്ല, BB+-നകത്ത് ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ലൈവിനകത്ത് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു, കൺഫെഷൻ റൂമിൽ പോയിരുന്ന് കരയുന്നതും. ആ സമയത്ത് ബിഗ് ബോസ് നെവിന് വാക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു, ശ്രീ മോഹൻലാൽ വീക്കെൻഡ് എപ്പിസോഡുകളിൽ വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചർച്ച ചെയ്യുന്നതായിരിക്കും എന്ന് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷമാണ് നെവിൻ ആ ഒരു കൺഫെഷൻ റൂം വിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ കാര്യം പിന്നെയും കയറി അങ്ങ് മൂർജിക്കുന്നത്. ഷാനവാസ് പല കാര്യങ്ങളും വിളിച്ചു പറയുന്നത്, ഇവൻ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിലോട്ട് ഇത് സാധനം അങ്ങ് കയറി പോവാണ്. അപ്പൊ ബിഗ് ബോസിന് മനസ്സിലായെന്ന് തോന്നുന്നു നമ്മുടെ കൈ നിൽക്കുന്ന പരിപാടിയല്ല, അത് ബിഗ് ബോസിനും നാണക്കേടാവും ലാലേട്ടനും നാണക്കേടാവും. അതുകൊണ്ട് നൈസായിട്ട് ഇതങ്ങ് ഒതുക്കിയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം ചർച്ച ആക്കണമായിരുന്നു. കാരണം രണ്ടുപേരും എന്റെ ഭാഗത്താണ് ശരി. ഷാനവാസ് പറയുന്നു അയാളുടെ ഭാഗത്താണ് 100% ശരി, നെവിൻ പറയുന്നു അവന്റെ ഭാഗത്താണ് 100% ശരി എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അതുകൂടാതെ നെവിൻ ഇന്നലെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നു, ഈ വീട്ടിൽ ഞാനും അയാളും കൂടി ഇനി എന്താണെങ്കിലും ഒത്തുപോകില്ല, ഒന്നെങ്കിൽ അയാൾ അല്ലെങ്കിൽ ഞാൻ എന്നുള്ള ഒരു സെറ്റപ്പിലാണ്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകും എന്നുള്ള രീതിയിൽ ഇന്നലെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് അത് ചർച്ചാ വിഷയമാക്കണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അറിയില്ല, നമുക്ക് നാളെ എന്താണെങ്കിലും അതിനൊരു തീരുമാനം ഉണ്ടാവുമല്ലോ എന്നറിയാം. പുതിയ പ്രൊമോ എല്ലാം വന്നാലേ അതിനെപ്പറ്റി അറിയാൻ പറ്റത്തുള്ളൂ. കൂടുതൽ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം ഗൈസ്. ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഒരു മാങ്ങണ്ടി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് നിർത്തിയത്. അപ്പൊ ശരി, ടാറ്റ, ബൈ ബൈ.